പ്രൈസ് ദി ലോർഡ്. വാത്സല്യ സഹോദരങ്ങളെ, ചിലർക്കൊക്കെ സംശയം എന്താണെന്നറിയാമോ? സുവിശേഷ വേല ചെയ്യുന്നവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കാൻ പാടില്ല, അവർ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ദൈവവേല ചെയ്യണമെന്ന്. ഈ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാതെ തിരക്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് മറ്റു ജോലിക്ക് പോകാൻ പറ്റുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. അപ്പോൾ പലരും പറയുന്നത്, പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അധ്വാനിക്കാത്തവൻ തിന്നാനും പാടില്ല എന്ന്, കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചെന്ന്. ഒരു ബൈബിളിൽ ഒന്നോ രണ്ടോ വാക്യം മാത്രം വായിച്ചിട്ട് അതും എടുത്തും കൊണ്ട് വന്ന് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും വന്നിട്ട് അവരങ്ങനെയാണല്ലോ അധ്വാനിച്ച് ജീവിച്ചത് പൗലോസ്, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പൗലോസ് എത്ര നാളാണ് കൂടാരപ്പണി ചെയ്ത് തനിക്കും തൻ്റെ കൂടെയുള്ളവർക്ക് ഉപജീവനത്തിന് പൈസ കണ്ടെത്തിയത്? ഇനി പിന്നെ പൗലോസിന് മറ്റുള്ള സഭകളിൽ നിന്ന് വല്ല സപ്പോർട്ടും വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിലെ തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. ഇത് കേട്ട് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം, എങ്കിലേ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ സുവിശേഷ വേല ചെയ്യുന്നവർ അവരാരും പൈസ വാങ്ങിക്കാൻ പാടില്ല, ദൈവദാസന്മാർ പിന്നെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും അവരെ കുഞ്ഞുങ്ങളും എങ്ങനെ ഉപജീവനം കഴിക്കും? അവനവൻ അധ്വാനിക്കുന്ന അതിൽ നിന്നുള്ള നന്മ കൊണ്ടല്ലേ ഉപജീവനം കഴിക്കുന്നത്. ബൈബിളിൻ്റെ അങ്ങും ഇഞ്ഞും കിടക്കുന്ന ഒരു വാക്യവും വായിച്ചിട്ട് തർക്കിക്കാൻ വന്നവരുടെ അടുത്ത് കഷ്ടം തോന്നുന്നു കേട്ടോ. സ്തോത്രം. എന്തായാലും ഞാൻ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ വചനാടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞുതരാം. ഒന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 15, 16, 17, 18 വാക്യം, 14, 15, 16, 17. ഫിലിപ്പിയരെ, സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭ എന്നോട് കൂട്ടായില്ല. തെസ്സലോനിക്കയിൽ നിങ്ങൾ 1-2 പ്രാവശ്യം എൻ്റെ മുട്ടറുതിക്ക് അയച്ചുവല്ലോ. എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആരയച്ചു കൊടുത്തെന്നാണ്? സ്തോത്രം. പൗലോസ് തെസ്സലോനിക്കയിൽ പുതിയ സഭ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഫിലിപ്പിയ സഭ പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ പൗലോസിന് കൂടാരപ്പണി ചെയ്യേണ്ടി വന്നില്ല. ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വലിയ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. ആ സമയത്ത് അവിടെ ചെന്ന ഉടനെ അധ്വാനിച്ചെന്ന സത്യം തന്നെ. സ്തോത്രം. മറ്റ് സഭകളിൽ നിന്ന് ശമ്പളം വാങ്ങി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 8-9 തിരുവചനം. ഞാൻ നിങ്ങളുടെ ഇടയിൽ വേല ചെയ്തപ്പോൾ മറ്റ് സഭകളെ കവർച്ച ചെയ്ത് അവരോട് ശമ്പളം വാങ്ങി. എനിക്ക് മുട്ടുള്ളപ്പോൾ മക്കെദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ എൻ്റെ മുട്ടു തീർത്തു. മക്കെദോന്യ ഫിലിപ്പിയ സഭ അവർ പൈസ അയച്ചപ്പോൾ കൊരിന്തിൽ പൗലോസ് ഫുൾ ടൈം പ്രസംഗിച്ചു എന്ന് കിടക്കുന്നു, കൂടാരപ്പണി ചെയ്തില്ല. അപ്പോൾ ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യാൻ പറ്റാതിരുന്നത് എപ്പോഴെന്നറിയാമോ? അധ്വാനിച്ച സമയത്ത് ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റിയില്ല. സഹായം കിട്ടിയപ്പോൾ പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് തൻ്റെ കൂലി വീട്ടിൽ 2 സംവത്സരം മുഴുവനും പാർത്തു. ദൈവരാജ്യം പ്രസംഗിച്ച് ഉപദേശിച്ചു പോന്നു. 2 വർഷം വാടകയ്ക്ക് താമസിച്ചു. കർത്താവിൻ്റെ വചനമൊക്കെ പിന്നെ പ്രസംഗിച്ച് ജീവിച്ചു. സ്തോത്രം. വാടക ആര് കൊടുത്തു? വിശ്വാസികളാണ് കൊടുത്തത്. 2 വർഷം പൗലോസ് ദൈവവേല മാത്രം ചെയ്ത് ജീവിച്ചു. പൗലോസിൻ്റെ സ്വന്തം നിയമം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 11, 14 തിരുവചനം. ഞങ്ങൾ നിങ്ങൾക്ക് ആത്മീയമായത് വിതച്ചെങ്കിൽ നിങ്ങളുടെ ജഡീയമായത് കൊയ്താൽ വലിയ കാര്യമോ? കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവനം കഴിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ചുരുക്കം ദൈവവേല ചെയ്യുന്നവൻ അതിൽ നിന്ന് തന്നെ ജീവിക്കണമെന്ന് യേശുവിൻ്റെ കൽപ്പനയുണ്ട്. കർത്താവിൻ്റെ കൽപ്പന വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ മറ്റുള്ള ജോലിക്ക് പോകുന്നു, എന്നിട്ട് എന്തെങ്കിലും കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ 1-2 വചനം പ്രസംഗിക്കുകയും പരസ്യയോഗത്തിന് പോകുകയോ ഒരു ട്രാക്ട് കൊടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഉപജീവനം കഴിക്കാൻ പറ്റുന്നത്? ഈ ദൈവവേല ചെയ്യുന്നത്, അത് ദൈവവേല എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അത് വളരെ ത്യാഗത്തോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെയും ഉപവാസത്തോടുകൂടെയും കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് ചെയ്യുന്നത്. അല്ലാതെ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോയി ആരാധിക്കുന്നവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ ആ നിലവാരത്തിൽ നിന്നാലേ ആ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റൂ. അല്ലാതെ കാണുന്നവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതല്ല ദൈവവേല. മനസ്സിലായോ? സ്തോത്രം. സ്തോത്രം. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അതുകൊണ്ട് ഇനി ആരും പൗലോസ് കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചതുകൊണ്ട് ഇനി ഒരു ദൈവദാസനും ദൈവദാസിമാരും കർത്താവിൻ്റെ വേല ചെയ്തിട്ട് അവരതിനൊരു വരുമാനം വാങ്ങിക്കരുത്, അവർക്ക് കൊടുക്കുന്ന ഒരു കൂലി വാങ്ങിക്കരുതെന്ന് പറയരുത്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. 2010 മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്തു. 2018 എൻ്റെ ജോലി പൂർണ്ണമായിട്ടും വിട്ട് ഈ 18 തൊട്ട് 26 വരെ മറ്റൊരു ജോലിക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എവിടെയെങ്കിലും എന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിച്ച് ഞാനവിടെ ചർച്ചിലോ വീടുകളിലോ പോകുമ്പോൾ അവർ തരുന്ന പൈസ വാങ്ങിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബസ് ഫെയർ കൊടുക്കും? ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ എൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ഞാൻ അധ്വാനിക്കുന്നു, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു, അവർ തരുന്നത് വാങ്ങിക്കുന്നു. അല്ലാതെ ഒരു സ്ഥലത്ത് വിളിക്കുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ ഞാൻ വരത്തുള്ളൂ എന്നല്ലല്ലോ പറയുന്നത്. അതുമാത്രമല്ല, ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ ആരെയൊക്കെ സഹായിക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് ഫേസ്ബുക്കിലൂടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ മാത്രം പോറ്റി പുലർത്തുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അനേകരെ പോറ്റി പുലർത്തുന്നുണ്ട്. ആ ഒരു ബോധമൊക്കെ ഉണ്ടാകണം. ഞാൻ ആരെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ ഇടുന്ന പോസ്റ്റിന് എനിക്ക് കമൻറ്റ് തരാനായിട്ട്. 2010 മുതൽ എനിക്ക് എന്തോരം കാശിൻ്റെ കയ്യിൽ കിട്ടിയെന്ന്, ഈ കിട്ടിയ കാശുകൾ ഞാൻ എൻ്റെ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്. രോഗികളായിട്ടുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നും എൻ്റെ വാട്സാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ മെഡിസിൻ വാങ്ങിക്കാൻ പൈസ തരുമോ, സിസ്റ്റർ ഇങ്ങനെ വിഷയങ്ങൾ, അവരെ ആശ്വസിപ്പിക്കുക, ഏകയായിട്ട് താമസിക്കുന്ന വീട്ടിൽ ചെന്നവരെ കാണുക. അത് ഞാൻ ഈ ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ വയസ്സായ മാതാപിതാക്കളെ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ ജാതിയും മതവും നോക്കാതെ 5 വരെ നോക്കാമെന്ന് പറഞ്ഞ വീഡിയോ 6 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. അതെല്ലാം എൻ്റെ ഈ ഫേസ്ബുക്കിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വേല ചെയ്യുന്ന എനിക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു സർജറി വന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. കാരണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. സ്തോത്രം. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് മനുഷ്യരായാലും ശരി, അത് രോഗാണുവായാലും ശരി, പിശാചായാലും ശരി, അത് ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പൗലോസ് കൂടാരപ്പണി മാത്രം ചെയ്തല്ല ഉപജീവനം കഴിച്ചത്, കർത്താവിൻ്റെ വേല ചെയ്തും കൂടെയാണ്. ഇനി ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് വരരുത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കണം. വീഡിയോയുടെ വാലോ തുമ്പോ ഒക്കെ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കമൻ്റായിട്ട് ആരും ഇടരുത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.